ഭഗവാന്റെ ചൈതന്യം ഒരു വാക്കിലോ 2 വാക്കിലോ നമുക്ക് നിർത്താൻ പറ്റുകയില്ല. അവാച്യം, വാക്കുകളാൽ വർണ്ണിക്കാനാവാത്ത ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റൂ. നമ്മൾ അനുഭവിച്ചറിയണം, വിശദീകരിക്കാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ കാര്യവും അതുപോലെയാണ്. പിന്നെ എന്തെങ്കിലും പറയണേ ജയ ജയ പത്മനാഭ എന്ന് മാത്രം. ജയ ജയ പത്മനാഭ, ജയ ജയ പത്മനാഭ, ജയ ജയ പത്മനാഭ. അതാകുമ്പോൾ എല്ലാം ആയി കഴിഞ്ഞു. ദാറ്റ് ഇസ് ദ ഓൺലി തിങ്. ഒരു ഇതായിട്ട് അവിടെ ഇരിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് അനുഭവം വന്നിരിക്കാം, എനിക്കറിഞ്ഞൂടാ. ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഒറ്റക്കൽ മണ്ഡലത്തിൽ തൊഴുത് ശിരസിൻ്റെ അവിടെ തിരുമുഖം സ്വാമിയുടെ ഭാവങ്ങൾ മനമാണ് മൂലവിഗ്രഹത്തിൻ്റെ. ചിലപ്പോൾ വളരെ സന്തോഷം, ചിലപ്പോൾ കണ്ട ഭാവമില്ല, ആലുവ മണപ്പുറത്തുള്ള പരിചയം പോലും ഇല്ല, ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഇഗ്നോർഡ്, ചിലപ്പോൾ വളരെ ഗൗരവം, ചിലപ്പോൾ ഒരു നിസ്സംഗാവസ്ഥ. എന്താന്ന് നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ ഒരു അല്ല, ഒരിക്കലുമല്ല. പക്ഷെ എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയുമ്പോൾ ഇന്ന് ഒരു ചെറിയ ഊറച്ചിരി, വലിയ ചിരിയൊന്നുമില്ല, ഒരു ചിരിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചൊരു ചെറിയ ചിരി എന്നാൽ കൊടുത്തേക്കാം. അങ്ങനെ ഒരു ചെറിയ ചിരി ഇന്നലെ ചിരിയേ ഇല്ല. എന്നിട്ട് ചില ദിവസം അതിമനോഹരമായ ചിരി, അങ്ങനെ നമ്മുടെ മനസ്സിനെ വശീകരിക്കുന്ന പോലത്തെ ചിരി. എന്നാൽ നമ്മൾ ഇവിടെ വന്ന് നോക്കിയിട്ട് കണ്ണടച്ച് ആ ചിരി തന്നെ നമ്മൾ ആലോചിക്കാമെന്ന് ചിലപ്പോൾ മനസ്സിൽ വരില്ല. ഹി മസ്റ്റ് ഡിസൈഡ്, അല്ല നമ്മുടെ ഇഷ്ടം പോലെ ഒന്നും പറ്റില്ല. പിന്നെ സ്വാമിയുടെ ഭാവം ശാന്തമാണ്, ശാന്തസ്വരൂപനാണ്, ആനന്ദമയനാണ്, ആനന്ദമൂർത്തിയാണ്. യോഗനിദ്ര, ഉറക്കമല്ല. പല ആളുകളും പറയും അവർക്ക് തിരുവനന്തപുരത്തായിരിക്കും കുറച്ച് അസൂയുണ്ടോ എന്നറിയാൻ വയ്യ. എന്തായാലും പലരും പറയും, നിങ്ങളുടെ പത്മനാഭൻ, ശരി ആയിക്കോട്ടെ, വളരെ സന്തോഷം. അവിടെ കിടക്കുന്ന എന്താണെന്നറിയാമോ? നിങ്ങൾ തിരുവനന്തപുരത്തുകാർ കാല് വലിക്കുന്ന സ്വഭാവക്കാരാണ്. അതുകൊണ്ടാണ് സ്വാമി അങ്ങനെ കിടത്തിയത്. അപ്പം ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. കാല് പിടിച്ചാലല്ലോ വലിക്കാൻ പറ്റും, അവിടം വരെ ശരിയാണ്. ഞങ്ങൾ കാല് പിടിക്കുന്ന സ്വഭാവക്കാർ, കാല് ആശ്രയം ഭഗവാന്റെ തൃപ്പാദമേ ഗതി എന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്. വലിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടല്ല. പിന്നെ സ്വാമി ഉറക്കമല്ല, കണ്ണ് മുക്കാലടച്ചിട്ടുള്ളൂ, തൃക്കണ്ണ്, 2 തൃക്കണ്ണ്. ആ ചന്ദ്ര സൂര്യവും ചെന്നേത്ര, സൂര്യനും ചന്ദ്രനുമാണ് ഓരോ തൃക്കണ്ണ്. അത് മുക്കാലടച്ചിട്ടേ ഉള്ളൂ. യോഗനിദ്രയാണ്, ഉറക്കമല്ല. എല്ലാം അറിയാം, എല്ലാം കാണുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ഇംപെർഫെക്റ്റ് ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ ഇൻ കോൺഷ്യസ് കോസ്മിക് സ്ലംബർ. ഈ 3 വാക്ക് കിട്ടാൻ ഞാൻ എത്ര കാലം നോക്കിയിട്ടാണ് ഈ 3 വാക്ക് എനിക്ക് തന്നെ തോന്നി വന്നത്. കോൺഷ്യസ് കോസ്മിക് സ്ലംബർ, യോഗനിദ്ര, ഉറക്കമേ അല്ല. അങ്ങനെ അദ്ദേഹം അനന്തനാണെങ്കിൽ 3 ചുരുള, സത്വരജ തമോ ഗുണങ്ങൾ. അനന്തൻ അനന്തമാണ്, ആദിയുമില്ല അന്ത്യവുമില്ല, ഇൻഫിനിറ്റി സൂചകമാണ് അനന്തൻ. 5 പത്തി, പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളും ത്രിഗുണങ്ങളും ആണല്ലോ ഒരു മനുഷ്യനെ ഓരോ രീതിയിൽ ചിരിപ്പിക്കുന്നതും കരയിക്കുന്നതും ദേഷ്യം വരുന്നതും ശാന്തമാകുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ചലനമാണല്ലോ. അപ്പോൾ അത് ഈ അനന്തൻ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്ന എൻറ്റയർ കോസ്മിക് എൻറ്റിറ്റിയാണ്. ആ കോസ്മിക് കോസ്മോസ് ബ്രഹ്മാണ്ടത്തിന് ഒരു റിപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിനെ ഭരിക്കാനായിട്ട്, അതിൻ്റെ മുകളിൽ കിടക്കണമെങ്കിൽ, അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഭഗവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ പത്മനാഭൻ അതിൻ്റെ മുകളിൽ അങ്ങനെ നാഭിയിൽ പത്മം കൊണ്ടുകൊണ്ട് പത്മനാഭൻ ആയിട്ടങ്ങനെ കിടക്കുന്നു. ബ്രഹ്മാവ് സൃഷ്ടി, സ്വാമി സ്ഥിതി, സൃഷ്ടിസ്ഥിതി സംഹാരം എന്നാണ്. പക്ഷേ ഇനിയും പറയുന്നത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ആശയമാണ്, വലിയ ആളുകൾ പറഞ്ഞതല്ല. ബാക്കിയൊക്കെ പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ കാര്യം, ഭഗവാന്റെ കാര്യം. ഞാൻ ശിവനെ പറ്റി പറയുന്നത് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു തോന്നൽ. ശരിയോ തെറ്റോ
എനിക്കറിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്വാമിയുടെ ഭാവം ശാന്തമാണ്, ശാന്ത ആനന്ദമാണ്. ശാന്തസ്വരൂപ പരമാനന്ദ ബ്രഹ്മാനന്ദ നിത്യാനന്ദ ആത്മാനന്ദ ചിന്മാനന്ദ സർവസ്വരൂപാനന്ദ സ്വാമി. ആനന്ദം 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 ആനന്ദം. അപ്പം ഈ ആനന്ദവും ശാന്തവും എന്നിരിക്കുമ്പോൾ ഒരു സംഹാരം പ്രക്രിയ അവിടെ വരുന്നു. ശിവൻ സംഹാരമൂർത്തിയാണ്. നമുക്ക് പറയാം, ജനിച്ചാൽ വളരണം, വളർന്നാൽ നശിക്കണം, ആനബോളിസം കാറ്റബോളിസം മെറ്റബോളിസം ഒക്കെ പറയാം. ഇതെല്ലാം പറയാം, ഇതൊക്കെ ശരിയാണ്, ഇല്ലെന്നല്ല. ബട്ട് ഈവൻ സോ ഇത് വരുമ്പോൾ ഇതൊരു ക്ലാഷ് വരുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ഞാൻ ആലോചിച്ചു, ഇതിനൊരു പരിഹാരം എന്താ ഇതിങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരം സൃഷ്ടിസ്ഥിതി സംഹാരം സൃഷ്ടിസ്ഥിതി സംഹാരം. അപ്പോൾ ഈ സംഹാരത്തിന് പകരം എനിക്ക് തോന്നി വന്നതാണ്, എനിക്ക് തോന്നി വന്നല്ല, ഭഗവാന്റെ മനസ്സിൽ തോന്നിച്ചതായിരിക്കണം. ഇത് സംഹാരമല്ല, ശിവൻ ലയനമാണ്, അന്തിമ ലയനം. ആ ആനന്ദത്തിലേക്കുള്ള ആ നമ്മുടെ അവസാനത്തെ ലയനം, അൾട്ടിമേറ്റ് മേജർ, അന്തിമ ലയനമായിട്ടാണ് ഞാൻ ശിവനെ അവിടെ കാണുന്നത്, സംഹാരമുക്തിയായിട്ടല്ല. ഈ ഒരു ഇത് ഞാൻ 2-3 സ്വാമി സന്യാസ മുതലുള്ള 2-3 ഫങ്ഷൻസ് അവിടെ വെച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പേടിയോടുകൂടിയാണ് പറയുന്നത്, ഇപ്പോൾ വലിയ ആളുകളാണ് ഇരിക്കുന്നത്. എൻ്റെ ചെറിയ മനസ്സിലുള്ള ഒരു സങ്കല്പമാണ്. ശിവനെ പറ്റി സാധാരണ സങ്കല്പമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ശ്രീകോവിലിനകത്തുള്ള ശിവനെ പറ്റിയാണ് പറയുന്നത്. എന്തോ എൻ്റെ ഭാഗ്യമോ അല്ലെങ്കിൽ അവരെ എന്നെ മോശമാക്കേണ്ടെന്ന് വെച്ചിട്ടോ അവർ വളരെ സന്തോഷമായിട്ട് അത് സ്വീകരിക്കുകയും ചെയ്തു. അത് അങ്ങനെ. പിന്നെ 3 നടയുണ്ട്. അത് കാലപ്രമാണം, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ. കാലമാകുന്ന മായ നമുക്ക് അതങ്ങോട്ട് മാറ്റിയാലേ നമുക്ക് അകത്തേക്കുള്ളിലേക്ക് പ്രവേശിക്കാനൊക്കെ ഉള്ളൂ. തൃക്കണ്ണ് 2 മഹാചന്ദ്ര സൂര്യോജ നേത്രേ. പിന്നെ പാദഭൂമിയാണ്. ഭൂപാദവും യസ്യനാഭിർവിദ അസുര അനിരശ്ചന്ദ്ര സൂര്യോജനേത്രേ കർണാവാശ ശിരോദ്യോർ മുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധി അന്തസ്തം യസ്യ വിശ്വം സുര നര ഖഗ ഗോ ഭോഗിഗന്ധർവദൈത്യൈശ്ചിത്രം രമ്രമ്യതേതം ത്രിപുരവംശം വിഷ്ണുമീശം നമാമി. അന്തസ്തത്തിൽ എന്തെല്ലാം ക്രിയേഷനാണ് അത് മുഴുവനകത്താണ്, അന്തസ്തത്തിലാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ആ ഒരു എൻ്റർ കോസ്മിക് കോൺസെപ്റ്റാണ് അവിടെ വന്നിരിക്കുന്നത് ഭഗവാന്റെ. പിന്നെ ഈ 3 കിടക്കുന്ന നിൽക്കുന്ന അതങ്ങനെ. പിന്നെ ഭൂദേവി ശ്രീദേവി 2 ശക്തിപ്രവാഹങ്ങൾ. ഭൂമിദേവി ഭൂമി തന്നെയാണ്, ശ്രീദേവി ഐശ്വര്യം, ലക്ഷ്മി ഐശ്വര്യം. അപ്പോൾ അങ്ങനെ ആ ഒരു അനന്തപുരം തന്നെ ഭഗവാന്റെ നാടെന്ന് തന്നെയാണ്. അത് പണ്ടിന് കുറച്ചു കാലം പല പേരുകളും ഉണ്ടായിരുന്നു. ഒന്ന് ശ്രീവാഴുംകോടെന്നായിരുന്നു, ശ്രീ ഐശ്വര്യം, ഐശ്വര്യം വിളയുന്ന നാട് ശ്രീവാഴുംകോട്, തിരുവനന്തപുരത്തിൻ്റെ പഴയൊരു പേര്. ശ്രീന് വേറൊരു അർത്ഥമുണ്ട്, ലക്ഷ്മി. ഐശ്വര്യത്തിന് ലക്ഷ്മി എന്ന് പറയുമല്ലോ, കൊഞ്ചം ലക്ഷ്മി കൊടുക്കുമോ എന്നൊക്കെ പ്രത്യേകിച്ച് തമിഴ് ഇതിലൊക്കെ പറയുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. അപ്പോൾ ഇവിടെ ലക്ഷ്മി ഐശ്വര്യമാണ് ശ്രീവാഴുംകോട്. ഐശ്വര്യം വാഴുന്ന നാട്, ഐശ്വര്യത്തിൻ്റെ നാഥനാര്? ലക്ഷ്മി ദേവിയായിട്ട് നോക്കുകയാണെങ്കിലും ഭഗവാൻ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട്. ആനന്ദപുരമാണ് പഴയ പേര്, ആനന്ദപുരം, ആനന്ദപുരം, ആനന്ദശയന നഗരി, ആനന്ദശയന നഗരി, ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട്.